God of our salute. Band salute. ഗ്ലിച്ചും ഇല്ലാതെ ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ ക്രെഡിറ്റ് ഈ സ്കൂളിനും ഇതിൻ്റെ മാനേജർ സെക്രട്ടറി ശ്രീ ടി സതീഷ് കുമാർ അവർക്കും പ്രിൻസിപ്പൽ ശ്രീമതി എസ് പുഷ്പവല്ലി മാഡത്തിനും അവരുടെ ടീമിനും ഈ സ്കൂളിലെ സ്റ്റാഫിനും നിങ്ങൾക്കും. ഈ സംഘടന CG3 കണക്റ്റിംഗ് ഗവേണിംഗ് ആൻഡ് ഗവേർണൻസ് ഇതൊരു നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതിൽ CG3 ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ലാംബർ ലീഗൽ അവയർനെസ് മോണിറ്ററിംഗ് പ്രോജക്റ്റ്. നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ എല്ലാം പഠിക്കും, നിയമം പഠിച്ചു, ബയോളജിയും സുവോളജിയും എക്കണോമിക്സും മാത്തമാറ്റിക്സും എല്ലാം നിങ്ങൾ നിയമം പഠിക്കരുത്. നിയമത്തിനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ട് നമുക്ക് അറിഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസയുണ്ടാവും. ആ ഒരു തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് CG3 ലാംബ് എന്ന പരിപാടി ഓർഗനൈസ് ചെയ്തത്. ഞങ്ങൾ ഈ സെഷന് കഴിഞ്ഞ് ഇന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ സ്കൂള് CG3 ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മെമ്പറാകുക. ഇതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ പരിപാടികൾ നടത്തും. മറ്റ് സ്കൂളുകളുമായിട്ട് ചേർന്ന് ഉള്ള പരിപാടികൾ കാണും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്കൂളിലെ അധികാരികൾ വഴി നമ്മളെ സമീപിച്ചാൽ നമ്മൾ ഉണ്ടായിരിക്കും സഹായിക്കുന്നതിന് സഹകരിക്കുന്നതിന് പിന്തുണ നൽകുന്നത്. പിന്നെ കുറച്ച് പേരെങ്കിലും നിങ്ങളെല്ലാവരും നാളെ LLB പാസ്സായി വക്കീലന്മാരാകുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല, അങ്ങനെ ആകത്തുമില്ല. എങ്കിലും കുറച്ച് പേർക്ക് മനസ്സിലൊരു ആഗ്രഹം കാണാം, എനിക്ക് നിയമം പഠിച്ചാൽ കൊള്ളാം. അങ്ങനെ താല്പര്യമുള്ളവരും പിന്നീടുണ്ടെങ്കിൽ സ്കൂൾ വഴി നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ അതിന് വേണ്ടുന്ന ചില ക്രമീകരണങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നിയമം എന്ന പ്രൊഫഷനെ പറ്റി പറയുമ്പോൾ എനിക്ക് 7 മിനിറ്റാണുള്ളത്, എനിക്ക് 2 മിനിറ്റ്. ഇത് സിനിമാ ഫീൽഡിൽ സിനിമാക്കാരുടെയും നടിമാരുടെയും ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ചരിസ്മാറ്റിക് ആയിട്ടുള്ള ഫീൽഡിലാണ്. ഇവിടെ ചീഫ് സെക്രട്ടറി ആയിരിക്കാൻ ഒരു മാസം 50,000 രൂപ വാടക കൊടുത്ത് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എടുക്കാനൊക്കെ പറ്റും. ഒരു നല്ല പ്രാക്ടീസിങ് ലോയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പൈസ കൊടുക്കും. ഗവൺമെൻറ് ഉദ്യോഗമാണെങ്കിൽ മാസമായിട്ട് ഈ പ്രവൃത്തി ചെയ്താൽ ഇതുപോലെ സോഷ്യൽ സർവീസിന് പറ്റിയ വേറൊരു പ്രൊഫഷൻ എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള പ്രൊഫഷനാണ്. നിയമത്തിൻ്റെ പരിരക്ഷ ആവശ്യമുള്ള. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ സഭ It is that end in view that a long awareness monitoring project LAMP is taken up as a frontline program by CG3. Today's session appears to be the 76th session of programs held in various schools across India. As we know, the Constitution of India was enacted on the 26th of November 1949. Part 3 of the Constitution of India confers on the citizens of India fundamental rights by Article 12 to 30 thereof. The difference between fundamental rights and other rights conferred under various laws enacted by the Parliament or as the case may be by the state legislatures enshrined in the Constitution and conferred by the Constitution cannot be tampered with by the governing authorities or by legislature or the Parliament or any legislature cannot by any law which infringes the fundamental rights conferred by the Constitution of India. If it does that law or any part thereof which so infringes the fundamental rights of a citizen. 26 or Article 32 of the Constitution. When a law or a specified provision of any law so set aside, the law or the concerned provision
so set aside shall not be enforceable thereafter. It is worthy to mention in this context that the people who hold fast to their fundamental rights were not, however, conscious of their fundamental duties, and consequently, the Constitution had to be amended in 1976, incorporating and specifying fundamental duties as well as Part A after Part 4 dealing with directive principles of state policy. It is not time to dwell much on the various legislations enacted by the Parliament and the Legislature affecting the right of orientation speech. With these few words, I declare this land session inaugurated and wish the function all success. Now, after the formal program of inauguration, I would like to invite the relevancy of law to students. I would like to give an insight for those interested in resorting to courses of study in law, whether it is job oriented or profession oriented. As the students now, before we are plus 2 students as well, those students who are interested in asking any question may ask those questions as and when permitted by the mentor Sri Kailas Mathapalli. I think when such an opportunity is there, I will also get an opportunity to answer to your questions. So I think it is better. ഒരു കാര്യമില്ല, ക്വസ്റ്റ്യൻ അവർ ആവുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവുക. ആ സംശയങ്ങൾ ചോദിച്ചോളൂ, അതിനെക്കുറിച്ചുള്ള മറുപടി വിശദമായി പറഞ്ഞുതരാം. ആ അവസരം വിനിയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് പ്രൊഫഷനായിട്ട് സ്വീകരിച്ചാൽ ഗുണമുണ്ടോ, ഇത് വരുമാനം ഉണ്ടാക്കുന്നതാണോ ഈ പ്രൊഫഷനെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാം. ഇത് ഒന്നുകിൽ പ്രൊഫഷനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നല്ല രീതിയിൽ പാസ്സാവുകയാണെങ്കിൽ പലയിടത്തും പല കമ്പനീസിലും ലീഗൽ അഡ്വൈസറായിട്ടും ഒക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നല്ല പോസ്റ്റിൽ തന്നെ പോകാം. പിന്നെ ഒന്ന്, ഇതെല്ലാം കഴിയുമ്പോൾ IAS-നോ IFS-നോ ICS-നോ ഒക്കെ നോക്കാവുന്ന ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ്. പൊതുവെ എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ എന്നും പറഞ്ഞു പോകുന്നതിനേക്കാട്ടിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ലീഗൽ പ്രൊഫഷൻ വഴി ഉള്ള വെന്യൂ പലതും ഓപ്പണാണ്. അത് നോക്കുന്നത് നന്നായിരിക്കും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചെയ്യാൻ. ഞാൻ പറയുന്നതനുസരിച്ചല്ല ചെയ്യണ്ടേ. എന്നാലും ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സംശയങ്ങളുണ്ടെങ്കിൽ അവ ദൂരീകരിക്കാം. അന്നേരം നമുക്ക് ബാക്കി സംസാരിക്കാം. ആദ്യമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് നിയമത്തെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്. നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരിക്കെതിരായിട്ടുള്ള വർഷം തോറുള്ള ക്ലാസ്സുകളുണ്ട്, ഫയറിൻ്റെ ആൾക്കാർ വരാറുണ്ട്, പോലീസിൻ്റെ ആൾക്കാരുടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഭിന്നമായി ഞാൻ പലപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണെന്ന് യാദൃശ്യമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ശ്രീമതി ജാനി എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇത് നന്നായിട്ട് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ അച്ചടക്കമുള്ളവരാണ്, അവർ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും, അവർ ചോദ്യങ്ങൾ ചോദിക്കും, അവരുടെ സംശയങ്ങൾ തീർക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ടുള്ളത് ശ്രീ KP ബാലചന്ദ്രൻ സാറാണ്. അദ്ദേഹം മുൻ ഹൈക്കോടതി ജഡ്ജിയാണ്. അതിന് നമുക്ക് സാധാരണ ഒരു ഹൈക്കോടതി ജഡ്ജിയാകുമ്പോൾ അതോറിറ്റിയുടെ ചെയർമാനായിരുന്നു. ജഡ്ജിമാർക്ക് പല കമ്മീഷനിൽ ചെയർമാനായിരിക്കേണ്ടി വരും. അങ്ങനെ നിരവധി കമ്മീഷനിൽ ചെയർമാനായിരുന്ന ശ്രീ KP ബാലചന്ദ്രൻ സാർ ശരിക്കും പറഞ്ഞാൽ
ഈ വർഷത്തെ ആനുവൽ ഡേക്ക് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിക്കാനിരിക്കും. മനസ്സിൽ ഞാൻ കുറച്ചുപേരുടെ കണക്കുകളെടുത്തു. അപ്പം അദ്ദേഹത്തെ ക്ഷണിക്കാനിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ട് ഈ ഫംഗ്ഷന് അദ്ദേഹം വരുന്നത്. ഞങ്ങൾക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടുള്ള അവരുടെ ബോധവൽക്കരണ ക്ലാസുകൾ സൃഷ്ടിക്കണം. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കണം. അവർ കൃത്യമായിട്ടുള്ള മറുപടി നൽകും. അതിന് മുമ്പ് ഞാൻ എത്തുമ്പോൾ തീർച്ചയായും ഞാൻ അവിടെ ഒരു പുസ്തകം വായന സാധനം ഒരു പുസ്തകമാണ്. അതെടുത്ത് നോക്കിയപ്പോൾ ഞാനൊരു പ്രതിജ്ഞ കണ്ടു. നമ്മൾ ദിവസവും രാവിലെ അസംബ്ലിയിൽ ഇന്ത്യ ഇന്ത്യ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ഒരാൾ പ്രതിജ്ഞ ചൊല്ലി എല്ലാവരും ഏറ്റുപറയും. ഞാനതുകൊണ്ട് ഇപ്പോൾ കണ്ട ഒരു ബുക്കിലുണ്ടായിരുന്ന ഒരു പ്രതിജ്ഞയാണ്, ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രം, രാഷ്ട്രത്തിന് വേണ്ടി ജനങ്ങൾ. ഇത് ഞാൻ പറയുമ്പോൾ ഏറ്റു പറയണം ഉച്ചത്തിൽ. ഞാൻ എൻ്റെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നു. കുറച്ച് പറഞ്ഞു. രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഞാൻ ശ്രമിക്കും. ഭരണഘടനയുടെ മഹത്തായ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ ഞാൻ പ്രയത്നിക്കും. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഞാൻ എന്റേതായ പങ്ക് വഹിക്കും. ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ ഞാൻ ഒരു ഇന്ത്യക്കാരനോടും അകൽച്ച കാണിക്കുകയില്ല. ഒരു മഹത്തായ പൈതൃകത്തിൻ്റെ ഗുണങ്ങളാണ് നാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ഒരു മഹത്തായ ജനാധിപത്യത്തിൻ്റെ സൂക്ഷിപ്പുകാരുമാണ് നാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രം, രാഷ്ട്രത്തിന് വേണ്ടി ജനങ്ങൾ. ജയ് ഹിന്ദ്. എനിക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ സീരിയസ് ആയിട്ട് ലോ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഗുഡ്. ഒന്നോ രണ്ടോ കൈകൾ പൊങ്ങുന്നത് കാണാം. പക്ഷെ അതിൻ്റെ ആനുകൂല്യങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ പേടിച്ചായിരിക്കും. എല്ലാ കൊല്ലം പഠിച്ചുകൊണ്ടിരിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ നിയമം പഠിക്കുന്നില്ല. എഞ്ചിനീയറിംഗ് ആകുമ്പോൾ 4 കൊല്ലം പഠിച്ചു കഴിഞ്ഞ് എനിക്ക് എവിടെയെങ്കിലും പ്ലേസ്മെൻ്റ് ആകും എന്ന് വിചാരിച്ചായിരിക്കും പലരും കൈ പുറകോട്ട് വലിക്കുന്നത്. പക്ഷേ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിയമം പഠിച്ചു കഴിഞ്ഞാൽ അത് ജോലി കിട്ടാനായാലും നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായാലും ഒക്കെ നിയമം പഠിച്ചതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. പണ്ട് 5 കൊല്ലം ഒരു സീനിയറിൻ്റെ കീഴിൽ ജൂനിയറായിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ സർവീസ് ടെസ്റ്റ് എഴുതി ജുഡീഷ്യൽ ഓഫീസറായിട്ട് കയറുക, പിന്നെ അല്ലെങ്കിൽ PSC ടെസ്റ്റ് എഴുതി ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി പെർസ്യൂ ചെയ്യുക. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ കാലത്തുള്ള ഇത്. ഇപ്പം എല്ലാ ഫീൽഡും വളർന്നതുപോലെ തന്നെ നമ്മുടെ നിയമ വിദ്യാഭ്യാസവും നിയമം കൊണ്ട് ജോലി നേടേണ്ട സാഹചര്യവും വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ബാങ്കിലായാലും 3 കൊല്ലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ജുഡീഷ്യൽ ടെസ്റ്റ് എഴുതാം. അപ്പോൾ അത് നിങ്ങൾക്കൊരു ആശ്വാസമാണ്. പിന്നെ ബാങ്കിൽ ലോ ഓഫീസറായിട്ട് കയറാം. ഒരുപാട് കമ്പനീസ് നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഹാൻസം ഓഫ് സാലറി വാങ്ങിച്ച് നിങ്ങൾക്ക് നല്ല പ്രൊഫഷൻ ചൂസ് ചെയ്ത് നല്ല നിലയിലെത്താൻ നിയമവും ഒട്ടും പിന്നോട്ടല്ല എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ അതിയായി ആഗ്രഹിച്ചാൽ അത് എപ്പോഴായാലും നമുക്ക് പ്രകൃതി കൊണ്ട് തരും എന്ന് പറയുന്നതാണ് ഈ സ്കൂളിൻ്റെ ആരംഭഘട്ടം മുതൽ ഇന്ന് ഈ സ്കൂള് വളർന്ന് ഈ നിലയിൽ നിൽക്കുന്നത് വരെയുള്ള ഇത് ഡിറ്റർമിനേഷനാണ്. അതായത് സതീഷ് സാറിൻ്റെയും പുഷ്പലി ടീച്ചറിൻ്റെയും ഒരു ഡിറ്റർമിനേഷനും ഒരു ഡ്രീം കം ട്രൂ ആണ് ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ കാണുന്നത്. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഭാഗഭാക്കാകാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. കൂടാതെ നിങ്ങൾക്കൊരു ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞ സബ്ജക്ട്സ് എന്താണെന്ന് വെച്ചാൽ IT ലോ പ്രകാരം നിങ്ങൾക്ക് മൊബൈലിൻ്റെ മിസ്യൂസ് ആൻഡ് യൂസ്, പിന്നെ ഇൻ്റർനെറ്റിൻ്റെ മിസ്യൂസ് ആൻഡ് അതിൻ്റെ ബാഡ്
സൈഡ്, അതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്നെക്കാളും നിങ്ങൾക്ക് ഇന്റർനെറ്റിലും ബാക്കി നിയമവ്യവസ്ഥയിലും ലീഗൽ ടേംസ് അറിഞ്ഞുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും എല്ലാം അറിയാം എന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം വളർന്നു വരുന്ന പുതിയ തലമുറയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. പല വീട്ടിലും പാരൻസ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യണം? ഒരു പുതിയ ഗാഡ്ജറ്റ് വാങ്ങിച്ചാൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യണം? നിങ്ങളെ പോലുള്ള കുട്ടികളെയാണ് അതൊന്ന് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എല്ലാ വശങ്ങളും നിങ്ങൾക്കറിയാം, പക്ഷേ അത് നിയമപരമായി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. ഇൻ ബിറ്റ്വീൻ 18 അല്ലേ? അപ്പം നിങ്ങൾ വരുന്ന സാഹചര്യം എത്ര പറഞ്ഞാലും നമുക്ക് അരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു താല്പര്യം ഇല്ലേ? അപ്പം അതുകൊണ്ട് പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ അനോണിമസ് ആയിട്ടുള്ള കോൾസിലോട്ടോ നെറ്റിലോട്ടോ ഷെയർ ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മുടെ ഫോട്ടോസ് പോലും, നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നമ്മൾ പോയി ഫോട്ടോ എടുക്കാറുണ്ട്. ഒരു മര്യാദ എന്നുള്ള നിലയിൽ അവരുടെ പെർമിഷനോട് കൂടി പോയി ഒരു ഫോട്ടോ എടുക്കുക. ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ, അതൊരു മര്യാദ. അല്ലാണ്ട് അവരുടെ ഫോട്ടോ എടുത്ത് നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് നെറ്റിൽ പ്രചരിപ്പിക്കുക, ഇതൊക്കെ കുറ്റമാണ് ഇല്ലേ? അറിയാമോ നിങ്ങൾക്ക്? പലർക്കും അറിയില്ലേ അതിനെക്കുറിച്ച്? എല്ലാവർക്കും അറിയാം, പക്ഷെ ആൻസർ ചെയ്യാൻ പേടിയല്ലേ? ഒന്നുമില്ല, ഇവിടെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ആളോട് സംസാരിക്കുന്ന പോലെ തന്നെ നമ്മളോട് സംസാരിക്കാം. നമ്മളാരും നിങ്ങളെ യാതൊന്നും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ ഒന്നുമില്ല. നിങ്ങൾക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈം നല്ല വാല്യുബിൾ ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുക, ഇന്ററാക്റ്റീവ് സെഷനായിട്ട് കൊണ്ടുപോവുക. Your efforts was instrumental in making this program a resounding success. Finally, I express my deep appreciation to the students of school for showing your remarkable enthusiasm and participating in learning about the fundamentals of law. You are the ones who have made this session complete in all its aspects. Good morning, sir. Myself, Aroman RP from class plus 2C. So, sir, my question is that, as we know, majority of the people, mainly children, are now involved in several of the sexual abuse, sexual harassment, bullying, misusing the social media platforms, etc. So, my question is that, by providing these legal awareness about law, can lead the children or the people to the path of humanity, and also they can able to respect all the human rights. And can this law can able to maintain, provide this awareness about this law to the children, can able to maintain a good democratic system in India, and also provide a good education system to know about the children. As for example, by providing these laws to the children, can they able to know about this is against law and what is good and what is bad. So can you answer this, please? ഈ അവയർനെസ് ക്ലാസ്സും ഇന്നൊരു സെഷനും നടത്തിയപ്പോൾ എന്ത് തോന്നി? ഇത് ഉപകാരപ്പെടുന്നാണോ ഉപകാരപ്പെടില്ല എന്നാണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇസ് ആൻസർ. ദീസ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആ ഹാൻഡിൽ അല്ലെങ്കിൽ നടത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളെ പോലുള്ള കുട്ടികളെ അവെയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ക്യാപ്ഷൻസ് മാത്രമല്ലേ അറിയുള്ളായിരുന്നു നേരത്തെ. ഇപ്പം അത് എന്ത് ചെയ്യണം, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോയാൽ എന്ത് ചെയ്യണമെന്ന് 100% അറിയില്ലെങ്കിലും ഒരു 50% മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനമതിച്ചു. അപ്പോൾ ഇറ്റ് ഇസ് ഡൺ. ഓക്കെ, ആർ യു സാറ്റിസ്ഫൈഡ്? താങ്ക് യു. When we are wrongly accused of a crime. ഉത്തരം പറയും. മോൻ്റെ സംശയമല്ല, മോനെ ഒരു കേസിൽ പ്രതിയായി അല്ലേ? നിനക്ക് തന്നെ കേസ് നടത്താൻ തെറ്റൊന്നുമില്ല. അത് തന്നെ സ്വയം കേസ് നടത്താൻ നമുക്ക് അവകാശമുണ്ട്. നമുക്ക് അതിനുള്ള ലീഗൽ നോളജ് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഒരു അഡ്വക്കേറ്റിൻ്റെ സേവനം ആവശ്യപ്പെടുക. ആ സേവനം ഉപയോഗിച്ച് നമ്മുടെ കേസ് ഡിഫെൻഡ് ചെയ്യാം. നമുക്കൊരു ആക്ടിവിറ്റി സമ്പാദിക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്വയം നടത്താം എന്ന ബോധ്യമുണ്ട്, അതിനുള്ള പരിജ്ഞാനമുണ്ടെങ്കിൽ സ്വയം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല, നടത്താനുള്ള അവകാശം.
തന്റെ മുന്നിലിരിക്കുന്ന കക്ഷി കുറ്റവാളിയാണെന്ന് അറിയാമല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നതാണ്. അതങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. തെളിയിക്കേണ്ട ജോലി പ്രോസിക്യൂഷനുള്ളതാണ്. അത് തെളിയിക്കുന്നതിന് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം സ്വീകരിച്ച് തെളിവ് എടുത്തിട്ട് വേണം കുറ്റം സ്ഥാപിക്കാൻ. അത് സ്ഥാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൽ ഉള്ള അവസരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. കുറ്റം എല്ലാം ശിക്ഷിക്കപ്പെട്ടു പോകണമെന്നില്ല. കുറ്റം ചെയ്തെങ്കിലും ചില സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് തലകൂരാനുള്ള സാഹചര്യം ഉണ്ടാകും നിയമത്തിൽ. അങ്ങനെയുള്ളത് ഡിഫെൻഡ് ചെയ്യും. അല്ലാതെ കുറ്റം ചെയ്തു ഇങ്ങനെ ആൾ മോശമാകുകൊണ്ട് വക്കാലത്തെടുക്കില്ല എന്ന് പറയില്ല പറ്റില്ലേ. He complained or he is complained in the police station. If the police is standing in the wrong side, what will she or he do? Saying you can approach the higher authority. What will they do? They have the rights to do in the case that I will not do. I didn't do, so what they will do? You are thinking about manipulating the case. Yes. That is why I asked you to approach the court or to the higher police authorities. There is no, other than this CA of concerned police station or SHO, there are other higher authorities attached to the police station. And also you can approach the court by filing a private complaint if he is in a highly influential manner. അവനായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ മേ ബി അവർ രക്ഷിക്കാൻ ശ്രമിക്കും. മേ ബി അത് ആ കുട്ടീനെയോ ആരെങ്കിലായിരിക്കും അത് ബുദ്ധിമുട്ട്, ഫാമിലീനെ പിടിച്ചുപോയി ശ്രമിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനവും ഒരിക്കലും നീതി കിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യും? കോടതിയിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഭിഭാഷകൻ ത്രൂ കോടതിയിൽ ആ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കോടതിയുടെ സൂപ്പർവിഷനോട് കൂടി തന്നെ ആ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും എല്ലാം നടത്താൻ കോടതിയുടെ ഉത്തരവുകളുണ്ടാവും. അതനുസരിച്ച് ബാക്കി പോലീസും എല്ലാവരും ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ മോൾ ഈ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനും സാധിക്കും. അങ്ങനെ ഉണ്ടാവത്തില്ല. From class 9B, my question is, harming the environment and not using it judicially can create a reduction in a country's natural resources. Why the law is not considering environmental harms as a criminal offense and not given any limits in using natural resources? നശിപ്പിക്കുക, പ്രകൃതിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെതിരായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതിനെ ശിക്ഷിക്കപ്പെടുമോ അതിനുള്ള നിയമത്തിൽ അതിനുള്ള വകുപ്പുണ്ടാക്കുക. രണ്ട് രീതിയിൽ ചെയ്യുക. സിവിൽ നടപടിക്രമം അനുസരിച്ച് പോകാൻ സാധിക്കും, ക്രിമിനൽ കേസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ആരാണ് ചെയ്യുന്നതെന്ന് വളരെ പ്രശ്നം. ഇപ്പോൾ ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധിക്കും. ഒരു സ്ഥാപനമാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ക്വാറി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് ക്വാറി ഓപ്പറേറ്റ് ചെയ്യുക. ആ ക്വാറി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഡൈനാമിക് ഉപയോഗിക്കും, അവിടെ പ്രഷർ ഉപയോഗിക്കും, എയർ പൊല്യൂഷൻ ഉണ്ടാവും, എൻവയോൺമെൻറ്റൽ ഇക്കോളജിക്കൽ അപ്സെറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ആർക്കാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്? നമ്മൾ ആദ്യം കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് പഞ്ചായത്ത് ഓഫീസിന് കൊടുക്കും. അപ്പോൾ ഇതിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവർക്കെതിരെ ആരോഗ്യമന്ത്രിയും അവിടെയുള്ള എല്ലാ സൂപ്പർവൈസേഴ്സും അവർക്കെതിരെ പ്രവർത്തിപ്പിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടർ ഹാരിസ് ഹസൻ ഈ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ സാധനങ്ങളില്ലെന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തു. മുഖ്യമന്ത്രിയെ നേരിട്ട് ഇടപെട്ട് ആരോഗ്യമന്ത്രി കൊണ്ട് അദ്ദേഹത്തെ ഒരുപാട് കേസുകൾ പ്രതിയാക്കി. അപ്പോൾ ഇതിനെതിരെ ആരോഗ്യമന്ത്രിക്ക് ഒരു ശക്തമായ നടപടി വേണം. അതിനെന്താണ് സാർ? പോലീസ് കേസെടുത്തിട്ടുണ്ട്, കോടതിയിൽ കേസെത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങൾ മെഡിക്കൽ കോളേജിലെ അഴിമതിയും മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളും നമ്മൾ ഒന്നോ രണ്ടോ എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മുഴുവൻ വ്യവസ്ഥയെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഒരു വലിയ ബിൽഡിങ്ങിൽ നിന്നും ഒരു ഇഷ്ടിക ഇളക്കിയെടുത്തിട്ട് ആ ബിൽഡിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അതായത് അപ്പോൾ അത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. നമ്മൾ എല്ലാവർക്കും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ മീഡിയയിൽ കൂടി കിട്ടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നു. അതിന് മറുസൈഡ്, ആ മറുസൈഡ് കോടതി നോക്കും, പോലീസ് നോക്കും. വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടി ഒരു ഒരു തീരുമാനം ഉണ്ടാകും.
അല്ല നമുക്കൊരു കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇപ്പം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നു ഒക്ടോബർ 31 1984 രാവിലെ 10 മണി. അതിൽ 2 പേരെ അവിടെ വെച്ച് തന്നെ കൊന്നു. ബാക്കി 2 പേരെ എന്ത് ചെയ്തു? സ്റ്റേറ്റ് സംരക്ഷണം കൊടുത്ത് ആഹാരം കൊടുത്ത് 4 വർഷം അവരെ നോക്കി. എന്നിട്ട് നിയമത്തിന്റെ എല്ലാ മൂലമാനങ്ങളും എടുത്ത് ലാസ്റ്റ് സിലബിൾ ഓഫ് ലോ ഡിസക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് അഡ്വൈസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഒരു ശിക്ഷ കൊടുത്തത്. അപ്പോൾ ആ കേസ് വിചാരണ ചെയ്യണം. ഇപ്പൊ മന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രിക്കെതിരായിട്ട് നടപടി എടുക്കാൻ നമ്മൾ വകുപ്പ് നിയമത്തിലുണ്ടോ? സ്ഥലം ആരോഗ്യമന്ത്രിയാണ്. ഇതിന് ഞങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചയക്കരുത്. എല്ലാമല്ല ഓവറോൾ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണോ AI ആണോ? പോർട്ടലുണ്ട്, അതറിയാമല്ലോ, കേട്ടിട്ടുണ്ടായിരിക്കും, ChatGPT അല്ലേ? അതിലെന്തെങ്കിലും ഒരു വാക്ക് എഴുതി കൊടുത്താൽ ഉടനെ അതിങ്ങോട്ട് കുറച്ച് നമുക്ക് തരും. അതൊരു മനുഷ്യനല്ല, അത് യന്ത്രമാണ്, കമ്പ്യൂട്ടറാണ്. മോള് ചോദിച്ചത് ഇനിയിപ്പം AI ആയിരിക്കും ഈ കേസൊക്കെ നടത്തുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കൊരു സെർവന്റിനെ വേണോ അതോ ഒരു മാസ്റ്ററെ വേണോ? അത് മനുഷ്യൻ തീരുമാനിക്കും. സെർവന്റിനെയാണ് വേണമെന്ന് തീരുമാനിക്കുന്നതെങ്കിൽ നല്ലൊരു സെർവന്റ് ആയിരിക്കും. അല്ല മാസ്റ്ററാണ് നമുക്ക് വേണമെന്ന് പറഞ്ഞ് മാസ്റ്ററായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ വല്ലാത്ത സ്ഥലത്തിൽ നിർത്തും. പാലപ്പടി തീരാത്ത പാലത്തിൽ കൊണ്ട് നിർത്തും വണ്ടി. നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങളുടെ സ്ഥലത്തെത്തി, യു ഹാവ് റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ എന്ന് പറയും. മനസ്സിലായി? അവിടെ ചെയ്യേണ്ടുന്നത് AI ഒഴിച്ചുകൂടാനാക്കാത്ത ഒരു കാര്യമാണിത്. പല മേഖലകളിലും AI അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോടതിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണും, ഒരു 1-2 കേസുകളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനുസരിച്ച് കേസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് എഴുതി കൊടുത്തത് മുഴുവൻ ഫാക്ച്വലായിട്ട് തെറ്റാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മളത് സ്വന്തം ഇതിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാവുന്നുള്ളൂ. ഒഴിച്ചുകൂടാവുന്നില്ല. കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇവിടെ റെയിൽവേ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ സായിപ്പന്മാർ നമ്മളെല്ലാം സീമയ്ക്ക് നടത്തിക്കൊണ്ട് പോകാനാണ് ഈ ട്രെയിൻ കൊണ്ടുവന്നത് പണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയാണ്. AI വരട്ടെ, AI നമുക്ക് ഉപയോഗിക്കാം. കാരണം ദർ ഇസ് നോ അതർ ചോയ്സ്. ഉപയോഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ചെക്സ് ആൻഡ് ബാലൻസസ് വരും. ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ പ്രശ്നം വന്നു, ഇന്റർനെറ്റിന്റെ പ്രശ്നം വന്നു, നമുക്ക് IT ആക്ട് വന്നില്ലേ, IT ആക്ട് 2000, അതുപോലെ നിയമം വരും. ഈ രണ്ടും പ്രതിയല്ല. ഒന്ന്, സ്ത്രീ എന്ന് പറയുന്നത് പ്രതിയാണെങ്കിൽ മുഖം മറക്കില്ല, പുരുഷൻ പ്രതിയാണെങ്കിലും മുഖം മറക്കില്ല. പിന്നെ വേണ്ടി വരുന്നത് ഐഡന്റിഫിക്കേഷൻ പരേഡ് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ മുഖം TV-യിൽ കാണിക്കാൻ പാടില്ല, ആരെയും കാണിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ വിക്ടിമിനെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യണം പ്രതിയെ. ഈ പ്രതിയെ കൊണ്ടുവന്ന് കാണിച്ചു കഴിയാവുന്ന രീതിയിൽ എനിബഡി ക്യാൻ ഐഡന്റിഫൈ, ആ ഒരു പ്രശ്നം വരും. അപ്പം തെറ്റായിട്ട് ഓരോരുത്തരെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പിന്നെ ഈ മുഖം മറച്ചു കൊണ്ടുപോകുന്നത് ആണുങ്ങളെയും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ TV-യിൽ കാണാറില്ലേ, സ്ത്രീകളെയും കാണിക്കാറുണ്ട്. പക്ഷേ സ്ത്രീ ഒരു വിക്ടിമാണെങ്കിൽ അവരുടെ മുഖം കാണിക്കാൻ പാടില്ല, പേര് പറയാൻ പാടില്ല. Here in India, assault cases happen every day or frequently. Compared to other countries, our country is not providing justice for the victims that they deserve. Even if our country is willing to take action, the criminal would have destroyed evidence and fled away. So, what is your opinion in this section? ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി പ്രതിയായിട്ടുള്ള കേസ് സുപ്രീം കോടതി ഇതുവരെ വാദം കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെ കൊണ്ട് ഇതിനൊന്നും പറയിപ്പിക്കരുത് മറുപടി. കാര്യം ഞങ്ങൾ ഇതിനൊക്കെ അശക്തരാണ്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുന്ന സംശയമൊന്നുമില്ല. പക്ഷേ ഇതുവരെ പിണറായിക്കെതിരെയുള്ള കേസ് വാദം കേട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നിസ്സഹായരാണ് പറയാൻ. ഇതെന്തുകൊണ്ട് മാറുന്നു? ഞങ്ങൾക്കൊരു സംശയം തോന്നാറുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രധാനമുണ്ട് വിക്ടിംസിന് ഏതൊരു കൊടും കുറ്റവാളി ചെയ്താലും ഒരു കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നത് അവരുടെ പാരൻസിന്, വിക്ടിമിന്റെ പാരൻസിന് വിക്ടിം കോമ്പൻസേഷൻ ആക്ട് പ്രകാരമാണ് അത് കിട്ടുന്നത്. അപ്പോൾ വിക്ടിംസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട്. അത് പ്രകാരം എല്ലാ ജഡ്ജ്മെന്റ്സിലും, ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന എല്ലാ ജഡ്ജ്മെന്റ്സിലും
വിക്ടിംസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വിക്ടിം കോമ്പൻസേഷൻ അനുവദിക്കുന്നത്. അത് അവർക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയാണ്. ഒരു കുറ്റത്തിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവരെ കോടതി 14 ദിവസം റിമാൻഡ് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനല്ല കുറ്റം ചെയ്തത് എന്ന് തെളിഞ്ഞു. ബട്ട് നമ്മൾ ആ കോടതി ആ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ആ നാട്ടുകാർ പറയും ഇവൻ 14 ദിവസം ജയിലിൽ കിടന്നതാണ് ആ ഒരു പേര് ദോഷം. അപ്പം അത് ഈ ലോ കാരണം വലിയ സംഭവിച്ചു. അതിനെന്താണ് സാറിൻ്റെ ഒപ്പീനിയൻ? ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറയും. ആ നിലയ്ക്കാണ് വെറുതെ വിട്ടതെന്ന് ഒരിക്കൽ ഒരു റെമഡിയും ഇല്ല. എന്നുവെച്ചാൽ ജുഡീഷ്യറിക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഒരു കേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യം അറിയുന്നതിന് മുൻപ് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യുക എന്നുള്ളത് ശിക്ഷയല്ല. സസ്പെൻഷൻ ശിക്ഷയല്ല എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ റിമാൻഡ് ചെയ്യുന്നത് ശിക്ഷയല്ല. അപ്പം അവസാനം തെളിവില്ലെങ്കിൽ വെറുതെ വിടും. ഇനി വേറൊന്നുണ്ട്, മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. ഒരാളൊരു പരാതി കൊടുക്കുന്നു, അത് മനഃപൂർവ്വം വിരോധം തീർക്കാൻ വേണ്ടി പരാതി കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു പരാതി കൊടുത്ത് അതിൻ്റെ പുറത്ത് കേസെടുത്ത് നിങ്ങൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയോ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയോ ചെയ്താൽ അതിന് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ വ്യവസ്ഥ. Myself, I am Sanjay GS from +1B. Sir, my question is, fundamental rights are the backbone of the Constitution, which promises citizens to lead a peaceful as well as secure life. But due to the political as well as the money influence, we can see that laws are only for some section of people. It doesn't seem to be laws are equal to all. For example, in Dharmasthala case. ജനറലൈസ് ചെയ്യാനൊക്കത്തില്ല. കേരളത്തിൽ ഒരു മന്ത്രിയെ ജയിലിൽ വിട്ടു, ജയിലിൽ കിടന്നു, എന്നിട്ട് ശിക്ഷ മുഴുവൻ പൂർത്തിയാക്കിയതിനു ശേഷം വെളിയിൽ വന്നു. ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ഇപ്പോഴും കേസിലുള്ളൂ. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് കേസിൽ നിന്നും രക്ഷപ്പെടുമെന്നൊന്നും വിചാരിക്കും. എന്തെങ്കിലും ഒരു പഴുത് കാണും. അപ്പോൾ കേസുകൾ നടത്തുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ മറ്റു ഇൻഫ്ലുവൻസോ ഒന്നും അല്ല പ്രശ്നമായിട്ടുള്ളത്. കേസ് ശരിയായ രീതിയിൽ നടത്തണമെന്നുള്ളതാണ്. പിന്നെ ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് ചോദിച്ചു, പറഞ്ഞു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഒട്ടും ശക്തിയില്ലാത്ത സമൂഹത്തിലെ വിഭാഗങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സുപ്രീം കോടതി നേരിട്ട്, നിങ്ങൾക്കറിയാം, ഒരു ലെറ്റർ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് അയച്ചു കൊടുത്താൽ ആ ലെറ്റർ ഒരു പരാതിയായിട്ട് സ്വീകരിച്ച് കേസ് നടപടിയെടുക്കും. ഇനി ലെറ്റർ വായിക്കണ്ട, മാധ്യമങ്ങളിൽ വരുന്നത് നോക്കിയിട്ട് സുവോ മോട്ടോ കോടതിയുടേതായ രീതിയിൽ കേസെടുത്ത് ചെയ്യും. അങ്ങനെ പല കേസുകളും ഉണ്ട്. ആക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ, കേസ് രജിസ്റ്റർ ചെയ്തില്ല, FIR രജിസ്റ്റർ ചെയ്തില്ല, ആക്ഷൻ എടുക്കാതിരിക്കുന്നു. അവരെ ഉടനെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റുമോ? ഇന്ന് പ്രശ്നം ഉണ്ടായ നാളെ തന്നെ പിടിച്ച് ശിക്ഷിക്കുക. ഇപ്പോൾ ചൈനയിൽ നിങ്ങൾ 4 മണിയായപ്പോൾ അത് വന്ന് 5 മണിക്ക് എല്ലാത്തിനെയും തൂക്കുമോ? ഇങ്ങനെയാണോ നമ്മുടെ നീതി നിങ്ങൾ നടന്നത്? അതിനൊരു FIR വേണം, ഒരു അന്വേഷണം വേണം, പ്രതിക്ക് അവസരം കൊടുക്കണം, പിന്നെ കേസ് നടത്താൻ. അതിനൊരു സിസ്റ്റമാണ്. അല്ല നമ്മൾ ആരെങ്കിലും വന്ന് TV യിൽ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കേട്ടിട്ട് നമുക്ക് നിയമം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ്. അതെ, മറ്റു പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ റഷ്യയിൽ എന്തോ നടക്കുന്നതെന്ന് പോലും അറിയാവുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ വളരെ സുതാര്യമാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെന്ന് പറഞ്ഞാലും, ഇപ്പോൾ എത്ര വലിയ എത്ര നമ്പർ ഓഫ് ഒഫൻസസ് ചെയ്തതാണെന്ന് പറഞ്ഞാലും നിയമത്തിൻ്റെ പരീക്ഷ അയക്കും കിട്ടും, വെറുതും കിട്ടും. രണ്ടും പേർക്കും കിട്ടിയാലേ നിയമം നടപ്പിലായി എന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ എൻ്റെ സംശയം, മൊത്തം 3 സംശയമുണ്ട്. അതിൽ ആദ്യത്തെ സംശയം എന്ന് പറയുമ്പോൾ, ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഷാരോണിനെ കൊന്നതായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞ് കോടതി വിട്ടയക്കുകയായിരുന്നു ചെയ്തത്. ഇതേ കാര്യം ഇപ്പം ഞാനാണ് അത് ചെയ്തിരുന്നത്. ഞാൻ ഇപ്പോൾ A+ വാങ്ങിയ കുട്ടിയാണെങ്കിൽ എന്നെ വെറുതെ വിടുമായിരുന്നു. മോനാണ് ചെയ്തതെങ്കിൽ മോനാണ് ചെയ്തതെങ്കിൽ ഇതേപോലെ ഞാൻ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുമായിരുന്നു. അത് ഓരോ കേസിന്റെ തെളിവനുസരിച്ചല്ലേ, സാഹചര്യങ്ങളനുസരിച്ചല്ലേ. അല്ല, ആ കേസിൽ ആ ഗ്രീഷ്മ എന്ന് പറയുന്ന കുറ്റവാളി വെറുതെ വിട്ടിട്ടില്ല. ആ കേസിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞോളൂ.
അതായത് ആ ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടിയെ വെറുതെ വിട്ടിട്ടില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ, ആ തെളിവുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിയ ഉദ്യോഗസ്ഥ പറഞ്ഞു ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇൻഫാക്ട് ആ കുട്ടിക്ക് തൂക്കുകയറാണ് കോടതി വിധിച്ചത്. ആർട്ടിഫിഷ്യൽ വിധിച്ചു. ഇപ്പോഴും ആ കുട്ടി ജയിലിലാണ്. അത് പെൺകുട്ടിയാണ് എന്ന് കരുതി ചില പരിഗണന കിട്ടുമെന്ന് നമ്മൾ പലരും വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും കൊടുത്തില്ല. ആ കേസിൽ തൂക്കുകയറാണ് ആ കുട്ടിക്ക് വിധിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്ത്രീകൾക്കായി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറഞ്ഞ ആക്ടില്ലേ, അപ്പോൾ അതിപ്പോൾ കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാറിൻ്റെ വൈഫ് തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഒരു മേക്കപ്പിൻ്റെ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ സാറിൻ്റെ വൈഫ് അപ്പോൾ സാറിൻ്റെ വൈഫ് പോയി കോടതി പറയുന്നത് സാറ് ആ കുട്ടി ചേച്ചിയെ മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്തി ബുദ്ധിമുട്ടിച്ചു ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് മിസ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിന് നമ്മൾ മെന്റിന് വേണ്ടി ഒരു ലോ ഇല്ല. അപ്പം അതിനെപ്പറ്റി ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു നിയമം തന്നെയാണ്. പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടി അവിടെ താമസിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിനെ ഉപദ്രവിക്കുന്ന ഒരുപാട് കേസുകൾ നമുക്കും അറിയാം. പ്രാക്ടീസിങ് ലോയേഴ്സ് ആയാലും ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. പക്ഷേ എന്നാലും എല്ലാ നിയമത്തിനും യൂസുമുണ്ട്, മിസ്യൂസുമുണ്ട്. അപ്പം അതിൽ കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് ഖ്യാതി കേൾക്കുന്ന ഒരു നിയമമാണ് ഡൊമസ്റ്റിക് വയലൻസ്. പക്ഷെ എത്രയോ സ്ഥലത്ത് ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ട് പോലും ഒരു പരാതി കൊടുക്കാൻ അറിവില്ലാതെ, ഒരു പോലീസിനെ സമീപിക്കാൻ അറിവില്ലാതെ, അതിന് എന്തൊക്കെ വ്യവസ്ഥകളുണ്ടെന്ന് അതിന് എവിടെ കൊണ്ട് പെറ്റീഷൻ കൊടുക്കാൻ പറ്റും? പോലീസുകാരെ കൈക്കൂലി വാങ്ങുന്നതിനെ കുറിച്ച്, അങ്ങനെ ഒരു പോലീസുകാരെ കൈക്കൂലി വാങ്ങിച്ചാൽ അതിനെതിരെ ഇവിടെ പരാതി കൊടുക്കും. അതിന്റെ ചെയർമാനായിട്ടാണ് നമ്മുടെ KP ബാലചന്ദ്രൻ സാർ ഇരുന്നിട്ടുള്ളത്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറയും. അത് ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലൈന്റ് ഉണ്ട്, സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട്. SP റാങ്ക് വരെയുള്ള ഓഫീസേഴ്സിന് ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും, അതിന്റെ മേലിലുള്ള IPS ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള കൈക്കൂലി വാങ്ങിക്കുക, ഭീഷണിപ്പെടുത്തുക, അങ്ങനെ എന്ത് ചെയ്താലും പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കേണ്ടത് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലാണ്. ബാക്കി ബാലചന്ദ്രൻ സാർ പറയുന്നത് പോലീസ് എന്നുള്ളതിന് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിയിലല്ല ഇത് വരിക. ഈ കൈക്കൂലി വാങ്ങിക്കുക എന്നുള്ളത് പോലീസുകാർ മാത്രമല്ല, ആര് വാങ്ങിച്ചാലും അത് ഒഫൻസാണ്. അത് പിടിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ റിമാൻഡിലാകുകയും ചെയ്യും. പക്ഷേ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടുണ്ട്. അതനുസരിച്ച് സ്പെഷ്യൽ ജഡ്ജ് അണ്ടർ ദി വിജിലൻസ് ആക്ട് അവിടെയാണ് ട്രയൽ നടത്തുക. ഈ കള്ളപ്പരാതിയും വരും, ഇങ്ങനെ കാശ് ചോദിച്ചു എന്നും പറഞ്ഞ്. പക്ഷെ കൊടുത്തതായിട്ട് തെളിഞ്ഞാൽ അപ്പം തന്നെ അറസ്റ്റ് നടക്കും. വെറുതെ പരാതിയാണെങ്കിൽ ഉടനെ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അറസ്റ്റ് ചെയ്താൽ അത് ശരിയാണോ? അപ്പൊ ശിക്ഷ നേരത്തെ കൊടുത്തതിന്റെ ഫലമല്ലേ അത്? ഇത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രാത്രി 11:30 ശേഷം നമ്മുടെ കറക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ ഇഞ്ചിവളം. അവിടെ എല്ലാ ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന, തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ട് എല്ലാ വണ്ടികളിൽ നിന്നും കൈ അണിച്ച് 150 രൂപ ഓരോ ആളെയും 150 രൂപ വെച്ച് പിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഏതായാലും ഇവിടുത്തെ കുട്ടികളെല്ലാവരും പത്രം വായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അതല്ലെങ്കിൽ ഈ ചോദ്യം വരില്ല. പിന്നെ ഈ RTO ഓഫീസ്, ചെക്ക് പോസ്റ്റ്, ഇവിടെയൊക്കെ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ കൈക്കൂലി വാങ്ങിച്ചാൽ അത് പിടിക്കപ്പെട്ടാലല്ലേ ശിക്ഷിക്കാനൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ അവരാരും കൈകൊണ്ട് കൈക്കൂലി വാങ്ങാറില്ല. അവിടെ വേറെ കടകളുണ്ട്, മുറുക്കാൻ കട. ഓരോ തുകയും ഇന്നിടത്ത് കൊടുത്തേക്കണം, അവിടുന്ന് വാങ്ങിച്ചോളാമെന്നാണ്. അപ്പോൾ ഈ കടയിൽ കൊണ്ടുവന്ന് കാശ് കൊടുക്കുന്നത് അവിടുന്ന് വരെ വിജിലൻസുകാർ പൈസ പിടിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നതൊന്നും ഈ കടയിലുള്ള മുതലല്ല, ഈ ലോറിക്കാർ കൊണ്ടുവന്ന് കാശ് കൊടുക്കുന്നതാണ് അവിടെ ഉള്ളത്. അതെല്ലാം ഇവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ കണക്ക് അവർ സൂക്ഷിച്ചു തരും. ഇങ്ങനെയൊക്കെ ഒരുപാടിടത്ത് നടക്കുന്നുണ്ട്. ഇത് നടക്കുമ്പോഴേ ഇങ്ങനെയുള്ള കടയിൽ നിന്ന് ഈ തുക കിട്ടിക്കഴിയാമെങ്കിൽ അത് ബ്ലാക്ക് മണി എന്ന് പറഞ്ഞങ്ങ് പിടിക്കാനല്ലാതെ ഇന്ന ഓഫീസർക്ക് കൊടുക്കാനുള്ള കാശാണ്
എന്നാൽ കടക്കാരനെങ്കിലും സമ്മതിക്കണ്ടേ? പരാതിക്കാരൻ പറയണം, കടക്കാരൻ പറയണം, എന്നെ ഏൽപ്പിച്ചത് ഇന്നയാൾക്ക് കൊടുക്കാനുള്ള കാശ് കൈക്കൂലിയായിട്ട് കൊടുക്കാൻ എന്ന് പറയണ്ടേ? അതിന് തെളിവില്ലെങ്കിൽ അവിടുന്ന് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് കിട്ടുന്ന കാശ് ബ്ലാക്ക് മണി ആയിട്ട് ഫോർഫീറ്റ് ചെയ്തു പോകും. കാശ് അടിച്ച് വണ്ടി നിർത്തുന്ന രീതി, ഗ്ലാസ്സിൽ എഗ് എടുത്തെറിയുന്ന രീതി, ഇതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനെ വെച്ച് കേസെടുക്കാൻ പറ്റില്ലേ? ഇതേപോലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഏത് മേഖലയിൽ ചെന്നാലും ഉദാഹരണങ്ങൾ കിട്ടും. അതിനാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം നമുക്ക് അവയർനെസ് ഉണ്ടാവണം. ഇപ്പം നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ എത്രയും പേര് ഇരിക്കുക, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു കൊച്ചു കുട്ടിയെ എൻ്റെ അച്ഛൻ അടിക്കുന്നു, വളരെ മോശമായിട്ട് മർദ്ദിക്കുന്നു ജംഗ്ഷനിൽ, നിങ്ങൾ എന്ത് ചെയ്യും? അച്ഛനെ അടിക്കുമോ പിടിച്ച്? മോനാണ് എന്ത് ചെയ്യും? ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. ഇത് വന്നു കറക്റ്റ് പോയിന്റിലുണ്ട്. ആദ്യം ഒന്ന് റിക്വസ്റ്റ് ചെയ്യും, അങ്ങളെ ചേട്ടാ ഞങ്ങളുടെ പബ്ലിക്കായിട്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ അടിക്കരുന്നുണ്ട്, എന്നിട്ടും ആണ് അടിക്കുക, നീ ആരാ ചോദിക്കുക? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും മോൻ? അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും? സിറ്റിസൺ എന്ന് പറയും. എന്തോ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയും. പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രായപരിധി ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞാലും ശ്രദ്ധിക്കും, ചെയ്യും. ഇവിടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞതിന് വളരെ പ്രസക്തി ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഇപ്പം നിങ്ങൾ ഈ സ്കൂളിൽ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിങ്ങളുടെ കൂട്ടുകാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ ഇപ്പം ഇന്ന് ഈ നിയമബോധന ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, എടാ നമുക്കങ്ങനെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാം, പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ അടുത്ത് വരെ പോകണ്ട, അതിനു മുമ്പ് തീർക്കാം, ഒരു കൈ കൊടുത്ത് നമുക്ക് പിരിയാം. അത് അങ്ങനെ കൈ കൊടുപ്പിക്കാൻ ക്ലാസ്സിലുള്ള ഒരാളും അഭിപ്രായ വ്യത്യാസമുള്ളവർ രണ്ടുപേരും കൈ കൊടുത്തിട്ട് കൂട്ടുകാരായിട്ട് പോകുന്നതിനാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെയും തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടറി സാറിൻ്റെ അടുത്തോ പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ അടുത്തോ പോയി അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം. അവരിടപെട്ടിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യും. ഇതാണ് പുതിയ ഒരു അധ്യായം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംസാരിച്ചാലും ഉടനെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക, കോടതിയിൽ പോവുക എന്നുള്ളതല്ല. എന്ത് കേസുകളും നമുക്ക് മീഡിയേറ്റ് ചെയ്ത് സംസാരിച്ച്, ഇപ്പൊ ഗാസയിലുള്ള യുദ്ധം സംസാരിച്ച് കുറെ ഒതുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടുന്നത് ചെയ്യാതിരുന്നാൽ അപകടമാണ്. അവരൊരു മാക്സിമം 500 റുപ്പീസ് നമ്മുടെ മേടിക്കും. ഓൾറെഡി ഒരു 1500 കൊടുത്തിട്ടായിരിക്കും നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പൈസ മേടിക്കുന്നത് ഒരു ലോ ആണോ? പാസ്പോർട്ട് വെരിഫിക്കേഷനോ? പാസ്പോർട്ട് വെരിഫിക്കേഷന് വരുമ്പോൾ ഫ്രഷ് പാസ്പോർട്ട് 1500 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്ത് അത് വെരിഫൈ ചെയ്യാൻ വരുന്ന പോലീസുകാരൻ വീട്ടിൽ നിന്ന് 500 രൂപ 1000 രൂപ ആളും തരവും കണക്കിന് വാങ്ങിക്കാറുണ്ട്. അത് ശരിയാണോ, അത് നിയമപരമാണോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാം നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ പോലുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോലീസുകാരൻ വീട്ടിൽ വരേണ്ട ആവശ്യമേ ഇല്ല. അതൊന്ന്. ഇനി അല്ല, വീട്ടിൽ വന്നാൽ തന്നെ ആളിനെ ഒന്ന് കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വന്നിട്ട് പോകാമെന്നുള്ളതല്ലാതെ കൂടുതൽ ചോദ്യങ്ങൾ. യൂണിഫോം ഇട്ടുകൊണ്ട് പോലും വരുന്നതെന്നാണ്, സിവിൽ ഡ്രസ്സിലേ വരാമെന്നുള്ളതാണ്. പിന്നെ പൈസ ചോദിച്ചാൽ 500 രൂപ കൊടുത്തു. ആര് പറഞ്ഞ് 500 രൂപ എന്നതിന് പടിയുണ്ടെന്നുള്ളത്? ഒരു പൈസ കൊടുക്കുന്നത് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടല്ലേ കുഴപ്പമില്ല. ചോദ്യം, ഇപ്പോൾ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അയാൾക്കറിയാം ആക്രമിച്ച ആൾക്കും ആക്രമിക്കപ്പെട്ട ആൾക്കും അറിയാൻ ആരാണ് ചെയ്തതെന്ന്. പക്ഷേ കോടതിയിൽ സമീപിക്കാൻ അയാൾക്കൊരു എവിഡൻസ് ഇല്ല. അപ്പോൾ അയാൾ പോലീസുകാർ അന്വേഷിക്കും തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ സ്വയം തെളിവില്ലാന്നും തെളിവുണ്ടെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സാഹചര്യ തെളിവുകൾ കാണും, മറ്റെന്തെങ്കിലും ഡോക്യുമെൻ്ററി എവിഡൻസ് കാണും, അല്ലെങ്കിൽ ദേഹത്ത് എന്തെങ്കിലും മുറിവ് കാണും, ഉപയോഗിച്ച വെപ്പൺ കണ്ടെത്തിയെന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജനറലൈസ് ചെയ്യാനൊക്കത്തില്ല. അത് അങ്ങനെ സംഭവിച്ചാൽ അത് തെറ്റാണ്. അത് നമ്മളെ മുടിയാണ് മുടി നമ്മളെ പ്രോപ്പർട്ടിയാണ്. അപ്പം നമുക്കത് വളർത്താൻ മുടി നമ്മുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് മുടി ഇഷ്ടം പോലെ വളർത്തിക്കൂടെ? മുടി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വളർത്തിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. അത് അനാവശ്യമായിട്ട് വെട്ടാൻ പറയുന്നത് ശരിയാണോ എന്നാണ്. അത് ചെയ്യാൻ പറ്റും. മോൻ ഓർക്കുന്നുണ്ടായിരിക്കും, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 75-ൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ ഞങ്ങളത് കോളേജിൽ പഠിക്കുമ്പോൾ കിപ്പികളെന്ന് പറയും, ഇങ്ങനെ മുടിയും വളർത്തി താഴെ വളർത്തി നടക്കുന്നവരുണ്ട്.
അപ്പോൾ എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥ കാലത്ത് ഗവൺമെൻറ് ഒന്നും പറഞ്ഞില്ല, പല പോലീസുകാരും ഇവർ പിടിച്ചിട്ട് ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇവരുടെ മുടി വെട്ടിക്കുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്തു. നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, വളർത്താനുള്ളത്. അത് എവിടെ വരെ ഉണ്ട്? എൻ്റെ ശരീരത്തെ ടച്ച് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇപ്പം നിങ്ങൾ നാഗം വളർത്തുക, നാഗം വളർത്തിയിട്ട് നല്ല ടൈറ്റായിട്ടുള്ള ബസ്സിൽ കയറി ഇരിക്കുകയാണ്. നിങ്ങളുടെ നാഗം ആളുകളുടെ ദേഹത്ത് കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് നാഗം വളർത്താനുള്ള അവകാശമുണ്ടോ? അതുകൊണ്ട് എന്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. റീസണബിൾ ആയിരിക്കും. റീസണബിൾനെസ് ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഒരു റെഗുലേഷൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു അബൈഡ് ബൈ ദാറ്റ്. അതല്ലാന്ന് വെച്ചാൽ പഠിത്തം വേണ്ടെന്ന് വെച്ചാൽ ചങ്ങ് പൊക്കോളണം. ഒരു ബിസിനസ് ലീഗലി ആയിട്ട് ഓൺ ചെയ്യാൻ പറ്റുമോ? ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തോന്നാ? ഏഞ്ചല ചോദിച്ചത് ഒരു മൈനറിനെ ഒരു ബിസിനസ് ഓൺ ചെയ്യാൻ പറ്റുമോന്നാണ് ചോദിച്ചത്, അല്ലേ? അത് നമ്മുടെ കോൺട്രാക്ട് നിയമത്തിലെ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് പ്രായപൂർത്തിയാകാത്ത ഒരാളിനെ ഒരു കരാറിൽ ഒപ്പിടാൻ പറ്റത്തില്ല. ഒരു കരാറില്ലാതെ ഒരു ബിസിനസ് നടത്താൻ പറ്റത്തില്ല. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് ഒരു കരാറാണ്. അപ്പോൾ കോൺട്രാക്ട് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ലീഗൽ ഗാർഡിയൻസ് പാരൻസ് ആയിരിക്കും. അവിടെ ലൈക്ക് ബിസിനസിന്റെ ഹെഡ് ആയിരിക്കും. പക്ഷെ നമുക്കത് ചെയ്ത് കൊണ്ടുവരാമോ? എനിക്ക് നമ്മൾ ഒരു 18 ഒക്കെ ആകുമ്പോൾ നമുക്ക് ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാം. നമ്മളൊരു ഫാമിലി പ്രോപ്പർട്ടിയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുടുംബപരമായിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ തനിയെ തുടങ്ങി സ്റ്റാർട്ടപ്പ് സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ അച്ഛൻ്റെ അമ്മയും ആദ്യം 18 വയസ്സാവുന്നവരെ അവരെ കൊണ്ട് നോക്കിച്ചതിന് ശേഷം 18 വയസ്സ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നോക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അത് സാധിക്കും. അതിനൊരു ഫ്രഷ് എഗ്രിമെൻ്റ് ഉണ്ടായാൽ മതി. ഇപ്പോൾ ആദ്യത്തെ എഗ്രിമെൻ്റ് അനുസരിച്ച് അച്ഛൻ്റെ അമ്മയുടെയും ഗാർഡിയൻഷിപ്പോടുകൂടി നിങ്ങൾ ബിസിനസ് നടത്തുന്നു. നിങ്ങൾക്ക് 18 വയസ്സ് തികയുന്നു, അച്ഛനും അമ്മയും ബിസിനസ്സിൽ നിന്ന് മാറുന്നു, മറ്റ് പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ അതുവേണ്ടിയാണ് അച്ഛനും അമ്മയും നടത്തുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ട് അല്ല നടത്തുന്നത്, അവർ നടത്തുന്നത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബിസിനസ്. അല്ലാതെ വേറൊന്നുള്ളത്, പാർട്ട്ണർഷിപ്പിൽ ഒരു മൈനറെ പാർട്ടി ആക്കാൻ വേണമെങ്കിൽ ബെനിഫിഷ്യറി ആയിട്ട് പാർട്ട്ണർഷിപ്പിലുള്ള യാതൊരു ബാധ്യതയും മൈനർക്കുണ്ടാവില്ല. പക്ഷേ പാർട്ട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ്, ആനുകൂല്യം, അതിൽ നിന്നുള്ള ലാഭം, ഇതൊക്കെ കിട്ടാനുള്ള അവകാശം മൈനർക്കുണ്ടാകും. From class 10A. My question is, if anyone tried to blackmail or bully a girl with some unwanted data, is there any law for her security? പീനൽ കോഡ് എന്നായിരുന്നു. അതിൽ സ്റ്റോക്കിംഗ്, വോയറിസം ഇതെല്ലാം ഒഫൻസുകളാണ്. 354 A, B, C, D എല്ലാം ഔട്ട്റീച്ചിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ എന്നാണ് പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ആംഗ്യങ്ങളിലൂടെ ചേഷ്ടകളിലൂടെ ജസ്റ്റ് എല്ലാവരും കേൾക്കാൻ ജസ്റ്റ് നമ്മുടെ കമൻ്റ് അടിച്ച് പുറകെ നടന്നാൽ പോലും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ പുറകെ കമൻ്റ് അടിച്ച് പുറകെ നടന്നാൽ പോലും അതും ഇന്ത്യൻ പീനൽ കോഡ് ഒഫൻസാണ്. അതെല്ലാം ഇപ്പോൾ BNSലും ഒഫൻസാണ്. ബാഗ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ചെക്ക് ചെയ്യണമെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ ചോദിക്കുന്നതിന് അതൊരു ഒഫൻസ് ആണോ? പിന്നെ അവരുടെ റീസൺ എന്തായിരിക്കും? കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന് ഒരു ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിനകത്ത് യാതൊരു നിയമത്തിൻ്റെ കുഴപ്പമില്ല, യാതൊരു നിയമം ലംഘിക്കില്ല. സ്കൂൾ അതോറിറ്റീസ് ബാഗ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ CISF നമ്മുടെ ബാഗില്ല, നമ്മളെ കൂടെ ചെക്ക് ചെയ്യും, അല്ലേ? അതുകൊണ്ട് നിയമം അനുസരിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദുരുദ്ദേശപ്രകാരം അല്ലാത്തടത്തോളം കാലം ചെക്ക് ചെയ്യുന്നത് കറക്റ്റാണ്. Any laws regarding pet harassment, and if there is, where can I complain to get justice? 60 ഇറക്കിയ നിയമമാണ്. അതനുസരിച്ച് നമ്മൾ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതെല്ലാം കുറ്റകരമാണ്. വീട്ടിലിപ്പോൾ സ്വന്തമായിട്ടൊരു പട്ടി ഉണ്ടെങ്കിൽ പോലും ആ പട്ടിക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് വരെ വളരെയധികം ഒരു ഒഫൻസാണത് നിയമത്തിൻ്റെ മുന്നിൽ കാണുന്നത്. ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് ക്രുവൽറ്റി അഗൈൻസ്റ്റ് ആനിമൽസ് ആക്ടിനനുസരിച്ച് അകത്ത് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്. അവർക്കെതിരായിട്ട് അവർക്ക് നമുക്ക് പരാതി കൊടുക്കാം. അത് റിട്ടേൺ ആയിട്ടോ ഓറലായിട്ടോ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ച് നടപടിയെടുക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയാസ് ഒരുപാട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്കായിട്ട്
ഒരു പട്ടിയെ കാറിൻ്റെ ബാക്കിൽ കെട്ടിയിട്ട് ആ പട്ടി വണ്ടി സ്പീഡിൽ പോവുകയും ബാക്കിൽ ആ പട്ടി കെട്ടിയിട്ട് കൊണ്ടുപോയ വീഡിയോ ഒക്കെ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ആ ചെയ്ത ആൾക്കാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതുപോലുള്ള എല്ലാ നടപടികളും ഈ നിയമത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്, റൈറ്റ് ടു എക്സ്പ്രഷൻ, റൈറ്റ് ടു സ്പീച്ച്, അങ്ങനെ കുറേ റൈറ്റ്സ് ഉണ്ടല്ലോ ഫണ്ടമെൻ്റലായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓതേഴ്സ് ആവട്ടെ, റൈറ്റേഴ്സ് ആവട്ടെ, അല്ല ഫിലിം മേക്കേഴ്സ് ആവട്ടെ, ഡയറക്ടേഴ്സ് ആവട്ടെ, അവർക്കിപ്പോൾ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എമ്പുരാൻ എടുക്കുകയാണെങ്കിലും അതിൽ കുറേ സീൻസ് സെൻസർ ബോർഡ് നേരത്തെ ഇങ്ങനെ വൾഗറായിട്ടുള്ള എന്താണ് സ്പീക്കിംഗ് അല്ലെങ്കിൽ സംസാരം അതിനെ മ്യൂട്ട് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇപ്പോൾ എമ്പുരാനിലാവട്ടെ, അതുപോലെ തന്നെ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരളയിൽ വി ജാനകി എന്നാക്കി. അപ്പോൾ ഇതൊക്കെ കടന്നു കയറ്റമായിട്ട് മാറുന്നില്ലേ? അപ്പോൾ ഇതിന് ലീഗലി ആയിട്ട് എന്താണ് അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ കാര്യം പറയും നമുക്ക് ഇരിക്കും. അത് ഫ്രീഡംസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിലെ 19ാം അനുച്ഛേദത്തിൽ കുറേ ഫ്രീഡംസ് പറയുന്നുണ്ട്. അതിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇതൊക്കെ പറയുന്നു. പക്ഷേ ഇതിനെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്, റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഈ സെൻസർ ബോർഡ് ചെയ്യുന്നത്, അതാണ് നിയമവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. റീസണബിൾ റെസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ഒരു വെറുതെ ഒരു റൈറ്റ് കൊടുക്കാനൊക്കത്തില്ല. അതുപോലെ ഈ ജാനകിയുടെ കേസൊക്കെ വന്നത് കോടതി അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയതിന് ശേഷമല്ലേ തീരുമാനം കൊടുത്തില്ല. അപ്പോൾ ഇത് സെൻസർ ബോർഡിനെ നിയമിച്ചിരിക്കുന്നത് എന്താണ്? സെൻസർ ബോർഡ് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി മോറൽ വാല്യൂസ് ഓഫ് ദി സൊസൈറ്റി. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സാർ, ഇപ്പോൾ കുട്ടികൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലെ സ്റ്റഡീസിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് അവിടെ ചെന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ ഓതന്റിസിറ്റി എങ്ങനെ ലീഗലി ചാലഞ്ച് ചെയ്യാൻ പറ്റും ഇഫ് ദേ ആർ മിസ്ലീഡ് ബൈ അഡ്വർടൈസ്മെന്റ്? ജനറലായിട്ട് കേസ് കൊടുക്കാം, ഫയൽ ചെയ്യാം, പോലീസിൽ ഇൻഫർമേഷൻ കൊടുക്കാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അതിനൊരു വേറൊരു നിയമമില്ല. നമ്മുടെ ഞങ്ങളുടെ നിയമം അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ പോയി ചതിക്കുഴിയിൽ വീഴുകയാണ്, അഡ്മിഷൻ കിട്ടാതെ വരികയാണ്, പൈസ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സാധാരണ കേസായിട്ട് വരത്തേ ഉള്ളൂ. മനസ്സിലായി?